നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 17-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 3-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചതയം നക്ഷത്രമാണ്. ചതയ നക്ഷത്രം നല്ല നക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ആഴ്ച നല്ലതല്ല, ചൊവ്വാഴ്ച. ശരിക്ക് പ്രപഞ്ചത്തിൽ ഓരോ ദിവസം ഓരോ ഗ്രഹങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ചൊവ്വയ്ക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച. ഇന്ന് അദ്ദേഹത്തിന് ആധിക്യമുള്ള ദിവസമാണ്, അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് ആ ദിവസം. ഏത് നക്ഷത്രം വന്നാലും ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ചൊവ്വയെന്ന് പറയുമ്പോൾ പൊതുവേ ശത്രുഗ്രഹമാണ്, ചുമ്മാ കുറച്ച് നെഗറ്റീവ് കൂട്ടുന്ന ഗ്രഹമാണ്. അപ്പോൾ നമ്മളിന്ന് സമ്മർദ്ദം കൂട്ടും. ഇപ്പോൾ മേലുദ്യോഗസ്ഥനാണെങ്കിൽ കീഴ് ഉദ്യോഗസ്ഥൻ്റെ കൂടി സമ്മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? അവനെ ഷൗട്ട് ചെയ്യും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും. കീഴ് ഉദ്യോഗസ്ഥന് സമ്മർദ്ദം കൂടിയാൽ ചിലപ്പോൾ മേലുദ്യോഗസ്ഥൻ വല്ലതും പറയുമ്പോൾ പ്രതികരിക്കും. ഇപ്പോഴൊക്കെ പ്രശ്നമാവും. അപ്പം നമ്മൾ വളരെ സംയമനം പാലിച്ചു പോവേണ്ട ദിവസമാണിന്ന്. അതുപോലെ വാഹനമൊക്കെ ഓട്ടിക്കുമ്പോഴും അവിടെ മത്സര ബുദ്ധിയൊന്നും കാണിക്കാൻ പോവല്ലേ, വളരെ ശ്രദ്ധിച്ച് ഓട്ടിച്ച് പോവുക. ആക്സിഡൻ്റ് ഉണ്ടാവാം, അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് വഴക്കുകൾ വരാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോയാൽ നമുക്കിതിലൊന്നും പെടാതെ പോകാൻ പറ്റും. അതുപോലെ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ആണ്, ഇത് ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. ശരിക്ക് മിഥുന മാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം ആക്സിഡൻ്റ് ഉണ്ടാവുക, കേസ് വഴക്കുകൾ വരിക, തീപ്പൊള്ളലേക്കുക, മുറിവ് ചതവ് ഒക്കെ ഉണ്ടാവുക, അത് സർജറിക്ക് വിധേയമാവുക, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബാക്കി കാര്യതടസ്സവും സാമ്പത്തിക നഷ്ടത്തിനൊക്കെ ഉപരി ശാരീരികമായിട്ടും കൂടി ബാധിക്കാനിടയുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അതിജീവിക്കാൻ വേണ്ടി മുരുകക്ഷേത്രത്തിൽ പറ്റുന്ന അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന നടത്തുക. ദേവിക്ക് ഭദ്രകാളി രൂപത്തിലുള്ള ദേവിക്ക് കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുക. അതുപോലെ ഒരു ശ്രീമുരുക യന്ത്രം, മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക ഒക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു പോകും. നമുക്ക് കാര്യങ്ങൾ അനുകൂലപ്രദമായി വരും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി ഇറങ്ങും. രാഹുകാലം ശരിക്ക് 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും 3 മണി 34 മിനിറ്റ് തൊട്ട് 5 മണി 9 മിനിറ്റ് വരെയാണ് ഈ സമയത്തിൻ്റെ, അതായത് രാഹുകാല സമയം. ഈ സമയം ശുഭയാത്രയ്ക്കോ ഒന്നും എടുക്കാതിരിക്കുക. യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ആണ് ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയം. അതിൽ ഗുളികകാല സമയം വരുന്നത് 12:25 തൊട്ട് 2 മണി വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:17 തൊട്ട് 10:51 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നത്തെ ദിവസം തന്നെ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്ത സമയത്തിലേക്ക് മാറ്റിവെക്കണം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് ശരിക്ക് 12 മണി 1 മിനിറ്റ് തൊട്ട് 12 മണി 49 മിനിറ്റ് വരെ വരുന്ന ഒരു 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.